ഇന്നലത്തെ പ്ലാൻ ആയിരുന്നു ഗൈസ്. കാൽവരി കൊണ്ട് ഇരുന്ന് പോകണം. പഞ്ച്വാലിറ്റി കുറച്ച് കൂടുതലുള്ള ടീം ആയതുകൊണ്ട് 5:30 ഇറങ്ങാൻ ഞങ്ങൾ 6:30 ഇറങ്ങാം. ബസ്സിന് വേണ്ടി ഓടി ഞങ്ങൾ അങ്ങനെ പൈനാവെത്തി. അങ്ങാടിയിലത്തെ ഒരു മനുഷ്യൻ കുട്ടികളല്ല അവിടെ. ആകെ 2 കുരങ്ങന്മാര്. ഇപ്പൊ മൊത്തം 8 എണ്ണം. അതിനിടയ്ക്ക് ഇതൊരു നടയിൽ കൂടി അല്ലെങ്കിൽ വരുന്നൊരു മോണൊക്കെ എന്റെ അഞ്ചത്താണുള്ളത്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ അവനെയും കളിപ്പിച്ചിരുന്നു. ഇപ്പൊ മിക്കവാറും അതിന്റെ അടുത്ത് കടി മേടിക്കും. പിന്നെയാണ് കേസ് ഞങ്ങൾ ആ ചതി മനസ്സിലായി. ചെറുതോണിക്കുള്ള ബസ് ഇനിയിപ്പല്ല. എല്ലാത്തിനും ഓട്ടോറിൽ കുത്തിക്കരി അവിടെ നിന്ന് പോകും. ബസ് കിട്ടുന്ന പ്രതീക്ഷ അല്ലട മോനെ. അപ്പക്കിന് ഒരുത്തോടെ QR കോഡ് വിഴുങ്ങി. ഏതായാലും ബസ് കിട്ടി. സംഭവം ഞാൻ അങ്ങോട്ട് നിന്നെ പോണെന്ന് പറഞ്ഞില്ല. നാട്ടിൽ അമ്മയുടെ ഓഫീസ് ടീംസും ടൂർ വരുന്നുണ്ട് അങ്ങോട്ട്. നമ്മളുടെ അടുത്തുണ്ടാവും പോവാൻ ഞാൻ മോശമല്ലേ. നമ്മളവിടെ എത്തിപ്പിക്കുന്ന അവിടെ എല്ലാം കണ്ട് അടിയിലെത്തി. വഴിതാണെങ്കിലും കാണാൻ പറ്റിയല്ലോ. അങ്ങനെ നമ്മളെ ചങ്ങായിമാരൊക്കെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ചുള്ളിയിലെ ബസ്സിലൊന്ന് കയറി ഇറങ്ങി. ഉള്ളത് പറയാലോ വൈബ് ടീംസ് ആട്ടോ. അത് ഇപ്പോഴാണ് മുതലായത്. അമ്മയുടെ വക ദീപാവലി സ്വീറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് കൈ പുള്ളിക്കാരെ പിന്നെ കിട്ടിയതിന് ശേഷം കയ്യിൽ നിന്ന് വെച്ചിട്ടേ. അങ്ങനെ നമ്മളും കാലൂരി കൊണ്ട് എത്തി. നമ്മളവിടെ എത്തിയപ്പോ ഒരു ഹ്യൂമൻ ബീങ് പോലും ഇല്ല. ഐ മീൻ ഒരു മനുഷ്യൻ ഇട്ടാളാണ്. അങ്ങനെ അവിടെ കുറെ കോപ്രായം കാട്ടിക്കൂട്ടി. ഇനിയാണെങ്കിൽ അൺബോക്സിംഗ് വരാൻ പോണത്. അങ്ങനെ നമ്മൾ അലിവെടുത്ത് പുറത്തേക്ക് വെച്ചതേ ഓർമ്മയുള്ളൂ. പുള്ളിക്കാരനെ അതങ്ങ് മിന്നിച്ചു. അങ്ങനെ നമ്മൾ അൺബോക്സിംഗ് കഴിഞ്ഞു. ഇനിയാണ് അൺബോക്സിംഗ് കഴിഞ്ഞ് തിന്നപ്പോഴേക്കും കല്യാണത്തിലെ ജനങ്ങളായി. അങ്ങനെ അവിടെ നൈസ് സ്പോട്ട് കണ്ടു. ഇക്കെടുക്കാന്ന് വിചാരിച്ച് ഓടിച്ചു നോക്കിയപ്പോഴേക്കും ബാത്റൂം ചെയ്തു കഴിച്ചത്. ഇപ്പൊ വീണേനെ മോളിലേക്ക് നോക്കി പല കിഡ്ലൻ സ്പോട്ട്. എന്നാ പിന്നെ അവിടെ നിന്ന് പോയേക്കണല്ലോ. നമ്മളെല്ലാം ആറ്റിറ്റ്യൂഡിലെ ചെല്ലുള്ളൂ. അല്ലാതെ കുഴങ്ങിയിട്ടല്ലോ. കൊട്ടമേലും കൊണ്ട് ചിരളിഞ്ഞപ്പോ ലഡുവഴിക്കലിന് 2ാം സെക്ഷനായി. അങ്ങനെ നമ്മൾ പോയി നമ്മൾ ടോപ്പിലെത്തി. സംഭവം നല്ല വെയിലൊക്കെ ആണെങ്കിൽ നല്ല കാറ്റായിരുന്നു. പിന്നെയും കുഴങ്ങിയപ്പോ സെക്ഷൻ 3 ആയി. പക്ഷെ എത്താണ് നമ്മൾ മാറ്റി പിടിച്ചിട്ടോ. ലഡുവിന് വരെ കുക്കീസ് ആയി. ഒന്ന് മോട്ടറാക്കി വിട്ടപ്പോ 2 പെൺകുട്ടികൾ അവിടെ ദാ പോണത് അതിന്റെ വേറൊരു വർഷം. ഏതായാലും വന്നത് മുതലേ ഒറ്റ പോലോണ്ട് കാലൂരോണ്ട് ഫുള്ള് കാണാൻ പറ്റും. മലേന്റെ മുകളിൽ KSRTC ഒക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയെങ്കിലും ബസ് കിട്ടിയാൽ മതിയത്. അങ്ങനെ ഒരു മന്തി മാസാക്കി നേരെ ഹോസ്റ്റലിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം.